എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കൊരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പോൾ തന്നെ ഒരു പരിഹാരം വേണം, എനിക്കിനി സഹിക്കാനാകില്ല എന്നൊരു കുഴപ്പത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ? നമ്മളിൽ പലർക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉള്ളിൽ പൊട്ടിത്തെറിയാകുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി വരും: ഇത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? എന്നാൽ ആ സമയത്ത് തന്നെ ഒരു മറുപടി കിട്ടുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യൂണിവേഴ്സ് വഴി തൽക്ഷണ പരിഹാരങ്ങൾ എങ്ങനെ വരുന്നു എന്ന അത്ഭുതമായ രഹസ്യമാണ്. ഈ രഹസ്യം മനസ്സിലാക്കാൻ പോകുന്ന എല്ലാവരും ഡിവൈൻ എനർജി കൂടെ ഉള്ളവരാണ്. ഓക്കെ, ഈ ഡിവൈൻ എനർജി ഉള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ സാധിക്കുകയുള്ളൂ. ക്ഷമയോടെ, ശ്രദ്ധയോടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഒന്നാമതായി യൂണിവേഴ്സൽ എനർജി ആൻഡ് യു. നമ്മളെ അതീവമായി സ്നേഹിക്കുന്ന ഒരു വൈബ്രേഷനാണ് ഈ യൂണിവേഴ്സൽ എനർജി. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം എനർജി സിഗ്നൽസ് ആയി യൂണിവേഴ്സിലോട്ട് പോകുന്നു. യു ആർ നോട്ട് അലോൺ, ദ യൂണിവേഴ്സ് ഈസ് ലിസണിങ്. അതാണ് കാരണം. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പോലെ തന്നെ മറുപടികൾ ചെറുതായി, തലോടലായി, ഒറ്റ വാചകമായി, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ വരുന്നത്. അതിൻ്റെ പിറകിൽ ആകെയുള്ള ഒരു രഹസ്യം നിങ്ങൾക്കറിയാമോ? അതാണ് അലൈൻമെന്റ്. എന്താണ് അലൈൻമെന്റ്? നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുമ്പോൾ, അതിനുവേണ്ടി ഹൃദയമാകെ തുറക്കുമ്പോൾ മറുപടികൾ ഉടനെ വരും. നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നതാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് സൊല്യൂഷൻ സിഗ്നൽസ് ഫ്രം യൂണിവേഴ്സ്. അതായത് ഇനി നമുക്ക് നോക്കാം, യൂണിവേഴ്സ് നമുക്ക് തൽക്ഷണ പരിഹാരം നൽകുന്ന 5 മാർഗങ്ങൾ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമത്തെ പോയിന്റ്, ഓർമ്മയിൽ പെട്ടെന്നുള്ള ചിന്ത. നിങ്ങളൊരു പ്രശ്നത്തിൽ ആകുലരായിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ വരുമോ? അതാണ് യൂണിവേഴ്സിന്റെ തോട്ട് സിഗ്നൽസ്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, റാൻഡം ഫോൺ കോൾ ഓർ മെസ്സേജ്. നിങ്ങളുടെ പ്രശ്നത്തിന് അതേ സമയം ഒരാൾ വിളിക്കുന്നു, അതിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാതെ, അതും യൂണിവേഴ്സിന്റെ ഒരു റിപ്ലൈ ആകാം. അതുപോലെ മൂന്നാമത്തെ പോയിന്റ്, ബുക്ക്, സോങ്, കോട്ട്. പെട്ടെന്ന് നിങ്ങൾ കേട്ട ഒരു പാട്ട്, കണ്ടൊരു വാക്ക്, ഇതൊക്കെ, ഈ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് ആയിരിക്കും. അതുപോലെ ബോഡി സെൻസേഷൻ, ഉള്ളിൽ അക്ഷമത പൊട്ടിത്തെറിയായി വരുന്ന ഒരു സമയത്ത് അതേ സമയം നിങ്ങൾക്ക് തന്നെ ഒരു തലോടൽ വരിക, ഒരു ഗൂസ് ബംസ് വരിക, അല്ലെങ്കിൽ റിലീഫ് എന്നൊരു ബ്രീത്ത്, നമുക്കൊരു റിലീസായി, നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആയി എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുക. ഇതൊക്കെയാണ് ഓക്കെ ബോഡി സെൻസേഷൻ. അഞ്ചാമത്തെ പോയിന്റ്, ഉണരൽ. അതായത് ഒരു സിങ്ക്രോണിസിറ്റി, അതായത് സമയം കാണുമ്പോൾ 1111 കാണുക, 222 കാണുക, 777 കാണുക, 333. ഇതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് ശരിയായ വഴിയിലാണ് നിങ്ങളെ നടത്തുന്നത് എന്നൊരു റീ അഷ്വറൻസ് ആണ്. ഓക്കെ, നമ്മളപ്പം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ യൂണിവേഴ്സിൻ്റെ വഴിയിലാണ്, യൂണിവേഴ്സ് നമ്മളുടെ കൂടെ തന്നെയുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സിഗ്നൽസിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് ഞാൻ പറയുന്നത് സ്റ്റെപ്പ് ഫോർമുല ടു റിസീവ് ഇൻസ്റ്റന്റ് സൊല്യൂഷൻ. 3 സ്റ്റെപ്പ് ഫോർമുല ടു റിസീവ് ഇൻസ്റ്റന്റ് സൊല്യൂഷൻ. അടുത്തത്, നിങ്ങൾക്ക് ആവശ്യമായ സൊല്യൂഷൻ ഉടനെ യൂണിവേഴ്സിൽ നിന്നുണ്ടാകാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 1 ആണ് സ്ഥിതപ്രതിജ്ഞ. എന്താണ് സ്ഥിതപ്രതിജ്ഞ നിങ്ങൾക്കറിയാമോ? ലളിതമായി പറയുകയാണെങ്കിൽ, ആളുകൾ എന്തും പറയട്ടെ, ബാഹ്യ സാഹചര്യങ്ങൾ എങ്ങനെ മാറിയാലും നമുക്ക് ഉള്ളിൽ ആ മനഃശാന്തിയും തൊടാനാകാത്ത ധൈര്യവും ഉണ്ടെങ്കിൽ അത് ആണ് സ്ഥിതപ്രതിജ്ഞ. അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കാം യുവർ എനർജി. ഒന്നും ചെയ്യാതെ 1 മിനിറ്റ് കണ്ണടച്ച് ശ്വസിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ക്ലിയർ ആസ്കിങ്. ജസ്റ്റ് സേ, ഡിയർ യൂണിവേഴ്സ്, ഐ ആം റെഡി, പ്ലീസ് ഷോ മീ ദ വേ. അതായത് നമ്മൾ യൂണിവേഴ്സിനോട് പറയുകയാണ്, ഞാൻ റെഡിയാണ് യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ വഴി കാണിച്ചു തരൂ എന്നിങ്ങനെ പറയുക. ഓക്കെ, അപ്പം ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി പറയുക. സ്റ്റെപ്പ് 3 പറയേണ്ടത് ഒബ്സർവ്, ഡോണ്ട് ഫോഴ്സ്. കാത്തിരിക്കൂ,
ശ്രദ്ധിക്കൂ, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, ശ്രദ്ധിക്കുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അടുത്തതായി ഞാൻ പറയുന്നത് റിയൽ ലൈഫ് സ്റ്റോറീസ് ഓഫ് ഇൻസ്റ്റൻറ്റ് യൂണിവേഴ്സ് ഹെൽപ്പാണ്. ഇപ്പം നമ്മൾക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട് എനിക്കൊക്കെ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ കഥകൾ യൂണിവേഴ്സിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഓരോ കഥകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഞാൻ പങ്കുവയ്ക്കാം. ഒരു ഒരു ആൻറ്റി, അവർ നമ്മുടെ കൊച്ചിയിൽ എയിംസ് ഹോസ്പിറ്റലിൽ പോയപ്പം അവർക്ക് ക്യാൻസർ ആയിരുന്നു. അവർ 6 മാസം കൂടെ ജീവിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് വിധി എഴുതുന്നു. പക്ഷേ ആ 6 മാസം ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും അവർ തളർന്നില്ല. അവർ യൂണിവേഴ്സിനെ എനർജി വിശ്വസിക്കുന്ന ഒരു ആൻറ്റിയാണ്. ആ ആൻറ്റി വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അതേപോലെ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? 6 മാസം കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പം ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അത്ഭുതമായി. കാരണം അവരുടെ ആ ഒരു ശരീരത്തിൽ വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചത്. ഓക്കെ. അപ്പം എപ്പോഴും നല്ല വിശ്വാസത്തോടെ അവർ മെഡിറ്റേഷൻ ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു. അങ്ങനെ ഓരോ ടെക്നിക്കുകളും ഓരോ ദിവസവും അവർ ചെയ്തപ്പം അവരുടെ ശരീരത്തിന് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എന്നെ ഈ രോഗം തളർത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ അവരെല്ലാം ചെയ്തപ്പം അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റി. രോഗം അവരിൽ നിന്ന് മാറിപ്പോയി. ഓക്കെ. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ കറക്റ്റായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് യൂണിവേഴ്സിലെ എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ ആൻറ്റിയുടെ കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നതല്ലേ. ക്യാൻസറിൽ നിന്നൊക്കെ മുക്തി നേടുക എന്ന് പറയുന്നത് ഒത്തിരി വലിയ കാര്യമാണ്. അപ്പം നമുക്ക് മനസ്സിന് ആ ഒരു എനർജി വേണം, നമുക്കതെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ഒരിക്കലും തളർന്നു പോയാൽ വീണ് പോകും. ഒരിക്കലും തളരരുത്, മുന്നോട്ട് പോകുക. ഓക്കെ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാ കാര്യങ്ങളും നല്ല ചലഞ്ചായിട്ട് ഓരോ ജീവിതത്തിൽ വരുന്ന ഓരോ ചലഞ്ചും ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ. അടുത്ത പ്രാക്ടീസ് എന്ന് പറഞ്ഞത് യൂണിവേഴ്സിനോട് എങ്ങനെ സംസാരിക്കാം. ലൈവ് പ്രാക്ടീസ് സെക്ഷനാണ്. നമുക്കിപ്പോൾ തന്നെ ഒരു ചെറിയ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും നട്ടെല്ല് നിവർന്നിരിക്കുക. എന്നിട്ട് ശാന്തമായ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരിക്കുക. ഓക്കെ. നിങ്ങൾ എവിടെയായാലും 1 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുക എന്നുള്ളത് കണക്കാക്കിയിരിക്കുക. എന്നിട്ട് ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയുക, യൂണിവേഴ്സ്, ഞാൻ ശാന്തനാണ്. എൻ്റെ ഉള്ളിലെ ഉത്തരങ്ങൾ ഞാൻ തേടുന്നു. എനിക്ക് തെളിച്ചം കാണിക്കുക, എനിക്ക് വെളിച്ചം കാണിക്കുക, എനിക്ക് ചുറ്റും അതിൻ്റെ ഉത്തരം വെളിപ്പെടുത്തുക എന്നിങ്ങനെ പറയുക. ഹൃദയത്തിൽ കൈവച്ചിട്ട് യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ്, ഞാൻ ശാന്തനാണ്. എൻ്റെ ഉള്ളിലെ ഉത്തരങ്ങൾ ഞാൻ തേടുന്നു. എനിക്ക് വെളിച്ചം കാണിക്കുക, എനിക്ക് ഉത്തരങ്ങൾക്ക് ആൻസർ തരിക എന്നിങ്ങനെ പറയുക. ഇനി ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറേ നേരം നമ്മൾ കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ കാണുന്ന അടയാളങ്ങൾ, കേൾക്കുന്ന വാക്കുകൾ, ആരോ പറയുന്ന അക്ഷരം എല്ലാം യൂണിവേഴ്സിൻ്റെ മറുപടികളാണെന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും നമുക്കൊരു ഉത്തരം ലഭിക്കും, തീർച്ചയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഓക്കെ. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് മെസ്സേജാണ്. കോൾ ടു ആക്ഷനിലോട്ട് നമ്മൾ വരികയാണ്. യൂണിവേഴ്സിനോട് നിങ്ങളെ ബന്ധിപ്പിക്കാൻ ഈ വീഡിയോ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു തോട്ട് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിച്ചെടുക്കാൻ കഴിയും. ഓക്കെ. അപ്പം ഒരു സൊല്യൂഷൻ, ഈ ഒരു സൊല്യൂഷൻ, അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? നമുക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് കണ്ണടച്ചിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ലഭിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അൺറിസോൾവ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനോട് ചോദിക്കൂ. എന്നിട്ട് ഓപ്പൺ ആവുക. ഓപ്പണായിട്ട് എല്ലാ കാര്യവും യൂണിവേഴ്സിനോട് പറയുക. ഉറപ്പായിട്ടും യൂണിവേഴ്സ് അതിൻ്റെ ഉത്തരം തരും.
ഒരു കാര്യം മറക്കരുത്, യൂണിവേഴ്സ് നെവർ സേസ് നോ. ഒരിക്കലും യൂണിവേഴ്സ് നമ്മളോട് നോ പറയില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും, അത് കാണാത്തവരെല്ലാവരും അത് കാണുക. യൂണിവേഴ്സ് ഒരിക്കലും നോ പറയില്ല. ഇങ്ങനെ ചോദിച്ചാൽ യൂണിവേഴ്സ് ഒരിക്കലും നോ പറയില്ല എന്ന് എല്ലാവരും ആ വീഡിയോ കാണുക. അതിനകത്ത് കറക്റ്റായിട്ട് എങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ അടുത്തതെന്ന് വെച്ചാൽ ഒന്നുകിൽ യൂണിവേഴ്സ് പറയും യെസ് നോട്ട് നൗ ഓർ സംതിങ് ബെറ്റർ ഈസ് കമ്മിങ്. ഇങ്ങനെയാണ് പറയുക യൂണിവേഴ്സ് നമ്മളോട്. എന്താ പറയുക? ഒന്നുകിൽ യെസ് പറയും, അല്ലെങ്കിൽ നോട്ട്, ഇപ്പോഴല്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യൂ, കുറച്ചും കൂടി നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് എപ്പോഴും പറയുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങളെ ഹൃദയത്തിൽ തൊട്ടുപോയെങ്കിൽ ഷെയർ ചെയ്യൂ, മറ്റുള്ളവർക്കും ഈ സന്ദേശം എത്തിക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്ന് പറയുക. ഐ ട്രസ്റ്റ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ട്രസ്റ്റ്, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. യൂണിവേഴ്സിൻ്റെ ദിവസേനയുള്ള മെസ്സേജ് ഞാനിവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം എന്നും എൻ്റെ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കുക, ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സിൻ്റെ എല്ലാ മെസ്സേജസും ഞാൻ എല്ലാം ഓരോ വീഡിയോകളായി നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുവരെ സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും എല്ലാവർക്കും നേരുന്നു. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു ഗ്രൂപ്പുണ്ട്, ഹാപ്പിനെസ് ക്ലബ്ബ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ചേരുക. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹാപ്പിനെസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഇനി ഞാൻ അടുത്തതായിട്ട് മോർണിംഗ് 5 o'clock ഒരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് റൈസ് ആൻഡ് ഷൈൻ മാനിഫെസ്റ്റേഷൻ ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ സാധിച്ചെടുക്കാം, നമ്മുടെ മോർണിംഗ് റിച്വൽസ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം എന്നാണ് ഞാൻ അതിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും അതിൻ്റെ കൃത്യമായ മറുപടികൾ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ മറുപടികൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.